ഹലോ ഗായ്സ്, അപ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ എത്താൻ വേണ്ടി പോവാണ്. അടുത്ത ആഴ്ചക്കായിട്ട് 11-ാം തീയതി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ ഓസ്ലറിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ജയറാമേട്ടൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചു വരവ് തന്നെ ഈ ഒരു സിനിമയിലൂടെ ഉണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. 5-ാം പാതിരയ്ക്കൊക്കെ ശേഷം മിഥുൻ്റെ ഒരു നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വർഷത്തെ, ഈ ഒരു 2024 എന്ന് പറയുന്ന വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ. അപ്പോൾ 2024 ആരും ഇതുവരെ തിയേറ്ററിലേക്കൊന്നും പോയി കാണത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും തിയേറ്ററിലേക്ക് വീണ്ടും എത്തിച്ചേരാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഈ എബ്രഹാം ഓസ്ലറിലൂടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നേര് നിറഞ്ഞൊടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അതുപോലെ തന്നെ ഈ ഒരു എബ്രഹാം ഓസ്ലർ വരുമ്പോൾ നേരെ ആ ഒരു കൊടി നമ്മളെ ലാലേട്ടൻ നേരെ എബ്രഹാം ഓസ്ലറിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇനി എബ്രഹാം ഓസ്ലർ ആയിരിക്കും ഇനി അങ്ങോട്ട് തിയേറ്ററിൽ നിറഞ്ഞാടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ശക്തമായിട്ടുള്ള എതിരാളി തമിഴിൽ നിന്നും വരുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മില്ലറാണ് കേട്ടോ. അപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ ധനുഷിൻ്റെ സിനിമയാണ്. അപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വർഷങ്ങളായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ധനുഷിൻ്റെ കുറേ നാളുകളായി ഇങ്ങനെയുള്ള ആക്ഷൻ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ ഏറെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ 2 സിനിമകളും എത്തുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓസ്ലർ തന്നെയായിരിക്കും നമ്മുടെ മലയാളികൾ ആദ്യം പോയി കാണുന്ന ഒരു സിനിമ എന്നാണ്. കാരണം സെക്കൻഡ് ചോയ്സ് മാത്രമേ നമ്മുടെ ക്യാപ്റ്റൻ മില്ലറിന് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ഓസ്ലറിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ ആളുകളെല്ലാം ക്യാപ്റ്റൻ മില്ലറിന് പോകാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമയും ഓസ്ലറും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കാൻ നല്ല സാധ്യതയുണ്ട്. എബ്രഹാം ഓസ്ലറിനകത്ത് നമ്മുടെ മമ്മൂട്ടിയും ഈ ഒരു റോൾ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും മമ്മൂട്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഒരു വൻ വിജയം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചില സിനിമകൾ നമുക്ക് കണ്ടാൽ തന്നെ, ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാവും ആ സിനിമ ഏകദേശം ഹിറ്റാവുന്ന സിനിമയാണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ഓസ്ലറിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നല്ല സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഓസ്ലർ എന്ന് പറയുന്ന സിനിമ മെഗാ ഹിറ്റ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, പിന്നെ ജയറാമേട്ടൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായി അദ്ദേഹം ഒരു സിനിമ ഹിറ്റാക്കിയിട്ട്, കാരണം ഒരു സിനിമ പോലും തിയേറ്ററിൽ മര്യാദയ്ക്ക് ഓടാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ ഇപ്പോൾ ഈ ഒരു എബ്രഹാം ഓസ്ലറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ജയറാമേട്ടൻ്റെ ഇപ്പോൾ ഉള്ള ആ ഒരു ലുക്കാണ് ഇഷ്ടം. ആദ്യമൊക്കെ മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് വന്ന് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു, എല്ലാം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു ലുക്കിലുള്ള ജയറാമേട്ടനെ ഈ ഒരു ലുക്കിൽ ഇനി സിനിമകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സിനിമകളൊക്കെ ചൂസ് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് സിനിമകളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജയറാമേട്ടന് ഒന്നും കൂടെ മലയാള സിനിമയിൽ പിടിമുറുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓസ്ലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 11-ാം തീയതിയാണ് സിനിമ റിലീസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അന്ന് കാണാം. ബൈ.